സിക്കിമിൽ തുരങ്കം തകർന്ന് കാണാതായ മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം സ്വദേശി അനീഷ് മോഹനാണ് മരിച്ചത്. ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. ഷിനോജ് എസ്റ്റിയാണ് വിവരങ്ങളുമായി ഉണ്ടായിരുന്നത്. ഷിനോജ്, അത്യന്തം സങ്കടകരമായ ഒരു വലിയ ദുരന്തമാണ്. അതിലൊരു മലയാളിയും ഉൾപ്പെട്ടു എന്ന വിവരം, അപകടമുണ്ടായ സമയത്ത് തന്നെ കാണാതായി എന്ന വിവരം അപ്പോൾ തന്നെ പുറത്തു വന്നതുമാണ്. ഈ മൃതദേഹം എത്തിക്കുന്നതടക്കമുള്ള മറ്റ് ക്രമീകരണങ്ങൾ എന്താണ്? മാത്രമല്ല വളരെ ക്രിയാത്മകമായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വൈദഗ്ധ്യമുണ്ടായിരുന്ന ആളുമാണ്. ഷിനോജ്, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ. ലഭിച്ച കാര്യം നാട്ടിലെ ചില സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ സന്ദേശമായി ലഭിക്കുന്നത് ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ സന്ദേശം എത്തുന്നത്. എന്തായാലും ഈ മൃതദേഹം കാണാതാകുന്ന ആ സമയം, പ്രത്യേകിച്ച് ഈ അപകടത്തിൽ കാണാതായ സമയത്ത് തന്നെ തൃപ്പൂണിത്തറയിലുള്ള അനീഷിൻ്റെ ഭാര്യ സംഗീതയും സഹോദരൻ സനലും ഒപ്പം അനീഷിൻ്റെ സഹോദരൻ അനീഷ് സഹോദരൻ വിദേശത്തായിരുന്നു. അവരെല്ലാം തന്നെ നേരെ സിക്കിമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ മോശം കാലാവസ്ഥയൊക്കെ തന്നെ കാരണം തിരച്ചിലൊക്കെ തന്നെ നടത്താൻ ഒരു അസാധ്യമായ കാര്യമായിരുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് ലഭിച്ചിരുന്ന വിവരങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി മൃതദേഹം ലഭിച്ചു എന്ന നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നെ അറിയിക്കുകയായിരുന്നു. കോട്ടയം നാട്ടകം ഗവൺമെൻറ് കോളേജിലാണ് അനീഷ് പഠിച്ചത്. നിലവിൽ നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ്റെ അവിടുത്തെ സീനിയർ മാനേജറും ജിയോളജിസ്റ്റുമായിരുന്നു അനീഷ്. ഏകദേശം 7 മാസം മുൻപാണ് അനീഷ് ഹരിയാനയിൽ നിന്ന് ട്രാൻസ്ഫറായി ഇത്തരത്തിൽ സിക്കിമിലേക്ക് ജോലിക്കായി പോകുന്നത്. ആ സമയത്ത് ഹരിയാനയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഭാര്യയും കുടുംബവും ഒക്കെ തന്നെ അവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇപ്പോൾ നിലവിൽ ഭാര്യ ഉൾപ്പെടെ മക്കളൊക്കെ തൃപ്പൂണിത്തറയിലാണ് താമസം. നിലവിൽ കോട്ടയം പാമ്പാടി സ്വദേശിയാണ് അനീഷ്. കോട്ടയത്ത് അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത്. നിലവിൽ മൃതദേഹം മണിപ്പാലിലെ ആശുപത്രിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നോ നാളെയോ മൃതദേഹം നാട്ടിലെത്തിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.